യൂറോപ്യൻ രാജാക്കന്മാർക്കായുള്ള അവസാന അംഗത്തിനു വേണ്ടി വെംബ്ലി സജ്ജമായിരിക്കുന്നു. ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനൽ വിജയിയെ തേടി ലോകം ഇംഗ്ലീഷ് മണ്ണിലേക്ക് ഉറ്റുനോക്കുന്നു. അട്ടിമറികളും തിരിച്ചുവരവുകളുമെല്ലാം കണ്ട UCLന്റെ കലാശ പോരാട്ടത്തിൽ റിയൽ മാഡ്രിഡും ബൊറൂഷ്യ ഡോർട്ട്മുണ്ടും തമ്മിൽ ഏറ്റുമുട്ടാനൊരുങ്ങുന്നു. ഒരു ഭാഗത്ത് ജർമ്മനിയുടെ കരുത്തുറ്റ പോരാളികളായ ഡോർട്ട്മുണ്ടാണ്. വമ്പന്മാരായ പലരെയും അട്ടിമറിച്ച് തങ്ങളുടെ രണ്ടാം കിരീടം ലക്ഷ്യം വെച്ച് ഫൈനലിലെത്തിയവരാണവർ. ക്വാർട്ടറിൽ സിമിയോണിയെയും സെമിയിൽ എൻട്രിക്കയെയും പരാജയപ്പെടുത്തിയാണ് അവർ അഞ്ചലോട്ടിക്ക് മുമ്പിൽ എത്തുന്നത്. എഡിൻ ടെർസിച്ച് എന്ന ജർമ്മനിക്കാരനു കീഴിൽ സാൻജോയും സബിറ്റ്സറും ഹമ്മൽസും റൂയിസും അടങ്ങുന്ന താരനിമിടമായ നിര ചാമ്പ്യൻസ് ലീഗ് ലക്ഷ്യം വെച്ചിറങ്ങുമ്പോൾ എതിരാളികളൊന്ന് കരുതിയിരിക്കേണ്ടതുണ്ട്. കാരണം ഈ ടൂർണമെന്റിൽ പല അട്ടിമറികളും തിരിച്ചുവരവുകളുമെല്ലാം സാക്ഷ്യം വഹിച്ചവരാണവർ. മറുഭാഗത്തുള്ളത് മാഡ്രിഡാണ്. ലോക ഫുട്ബോളിന്റെ നെറുകയിൽ വിരാജിക്കുന്ന റിയൽ മാഡ്രിഡ് 14 തവണ യൂറോപ്പിന്റെ സിംഹാസനം അലങ്കരിച്ച ലോസ് ബ്ലാങ്കോസുകാർക്ക് മുമ്പിലാണ് ഡോർട്ട്മുണ്ട് വിജയിക്കേണ്ടത്. ബെല്ലിംഗ്ഹാമും വിനിയും റോഡ്രിഗോയും വാൽവർദയും അടങ്ങുന്ന യുവതാരങ്ങളും ക്രൂസും മോട്ടിച്ചും കർവാളും നാച്ചോയും അടങ്ങുന്ന പരിചയസമ്പന്നനായ താരങ്ങളെയും അണിയിച്ചൊരുക്കി കാർലോ ആഞ്ചലോട്ടി തന്ത്രങ്ങൾ മെനയും. സ്പെയിൻ കീഴടക്കി യൂറോപ്പിനെ ലക്ഷ്യം വെച്ച് ആഞ്ചലോട്ടി മാഡ്രിഡിനെ മുന്നിൽ നയിക്കുമ്പോൾ വെംബ്ലി യുദ്ധക്കളമാവുമെന്നതിൽ ഒരു സംശയവും വേണ്ട. കിരീടം മോഹിച്ച് ഇരുവരും ബ്രിട്ടീഷിന്റെ മണ്ണിൽ പറന്നിറങ്ങുമ്പോൾ ഒരു തീപ്പാറും പോരാട്ടം തന്നെയായിരിക്കും നടക്കാൻ പോവുക. ചാമ്പ്യൻസ് ലീഗിന്റെ ആ വിസ്മയിപ്പിക്കുന്ന ഫൈനൽ രാവിനായി ഓരോ ഫുട്ബോൾ ആരാധകനും കാത്തിരിക്കുകയാണ്. മഞ്ഞയണിഞ്ഞ ഡോർട്ട്മുണ്ടോ അതോ വെള്ളയണിഞ്ഞ മാഡ്രിഡോ ആരായിരിക്കും യൂറോപ്പിന്റെ അധിപന്മാരെന്ന് പ്രതീക്ഷയോടെ വീക്ഷിക്കുകയാണ്. ചരിത്രം മാറ്റിക്കുറിക്കുകയോ അല്ലെങ്കിൽ ചരിത്രം ആവർത്തിക്കുകയോ എന്നത് നമുക്ക് കാത്തിരുന്നു കാണാം. വെയിറ്റ് ഫോർ ദ മാച്ച്.